إن العلماء لم يورثوا درهما ولا دينارا وإنما ورثوا العلم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്, സമയങ്ങളുമുണ്ട്. ആ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ സത്യവിശ്വാസികൾ പരിശ്രമിക്കണമെന്നുള്ള വിഷയം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മോശമാക്കിയ ചില ദിവസങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്ന ഒരു അധ്യാപനം ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല. അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിൽ ഇല്ല എന്ന് തീർത്തും പറയാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അറബികൾ കൂടുതലായി മഴ ലഭിച്ചു കഴിഞ്ഞാൽ, കൃഷിയിൽ വർധനവുണ്ടായാൽ, ജീവിതത്തിൽ ഐശ്വര്യമുണ്ടായാൽ, സുഖകരമായിട്ടുള്ള നല്ലൊരു കാലാവസ്ഥ നേരിട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അതിനെല്ലാം വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ അവരെ ബാധിച്ചാൽ, അവർക്ക് ക്ഷാമം നേരിട്ടാൽ, പകർച്ചവ്യാധി കൊണ്ട് എന്തെങ്കിലും കെടുതികൾ നേരിട്ടാൽ, അതെല്ലാം കാലത്തിൻ്റെ ചില പ്രവർത്തനങ്ങളായിട്ട് അറബികൾ വിശ്വസിച്ചിരുന്നു എന്നാണ്. അവരോടായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ജാസിയയിലെ 24-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, വഖാലു മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ യുഹ്ലികുനാ ഇല്ലാ ദഹർ. അവർ പറയുകയാണ്, ജീവിതമെന്നത് നമ്മുടെ ഈ ഐഹിക ജീവിതമല്ലാതെ മറ്റൊന്നുമല്ല. നാം മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. കാലമല്ലാതെ മറ്റൊന്നും നമ്മെ നശിപ്പിക്കുന്നില്ല. വമാ ലഹും ബിദാലിക മിൻ ഇൽം. അവർക്കതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഇൻഹും ഇല്ലാ യളുന്നൂൻ. അവർ ഊഹിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ കെടുതികൾ ബാധിക്കുമ്പോൾ അവർ കാലത്തെ പഴിച്ചുകൊണ്ട് സംസാരിക്കും. നന്മകൾ കൈവരുമ്പോൾ അവർ കാലത്തെ പ്രശംസിച്ചുകൊണ്ടും സംസാരിക്കും. വാസ്തവത്തിൽ ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ. അതെല്ലാം കാലമാണ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നത് ശിർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസമാണ് എന്ന്. അതുകൊണ്ടാണ് കാലത്തെ പിഴച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വിരോധിച്ചിട്ടുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ കാലത്തെ അഥവാ സമയത്തെ ചീത്തയായിക്കൊണ്ട് നെഹസ് എന്ന പേരിലുള്ള ഒരു വിശ്വാസം നമ്മുടെ നാട്ടിലൊക്കെ നിലവിലുണ്ട്. എല്ലാ മാസങ്ങളിലെയും കലണ്ടറുകളിൽ സമസ്തയുടെ പണ്ഡിതന്മാർ നെഹസിൻ്റെ വിശ്വാസം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചില ദിവസങ്ങളൊക്കെ ചീത്ത ദിവസമാണ് എന്ന് അവർ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ആ അടയാളപ്പെടുത്തിയ ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത നൽകിയിട്ടുള്ള ദിവസങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള വസ്തുത. നിങ്ങളിപ്പോൾ കാണുന്നത് മർക്കസു സഖാഫത്തി സുന്നിയ പുറത്തിറക്കിയ 2009 കലണ്ടറാണ്. അതിൽ ചീത്ത ദിവസമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് റമദാനിലെ 13, 16, 21, 24, 25, 27, 30 ദിവസങ്ങളാണ്. റമദാനിലെ അവസാനത്തെ 10 ഏറെ ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ പോലും നെഹസാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ഏറെ വേദനയോടെ എടുത്തുദ്ധരിക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് നമുക്കിടയിൽ വന്നിരിക്കുകയാണ് സഹോദരങ്ങളെ. നോക്കൂ, ഒരു മുസ്ലിയാർ ഇത് സംബന്ധമായിട്ട് പ്രസംഗിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങാൻ നല്ല ദിവസമേ അല്ല. ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങരുത്. ആ ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങുകയും അതോടൊപ്പം തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ആദ്യമായി വസ്ത്രം ഉടുക്കുകയും ചെയ്താൽ അത് വളരെ പ്രയാസകരമാണ്. ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങുകയോ ശനിയാഴ്ച ദിവസത്തിൽ ആദ്യമായി ഉടുക്കുകയോ ചെയ്താൽ അവൻ നിത്യരോഗിയാകും. ആ വസ്ത്രം ധരിക്കുന്ന ദിവസങ്ങൾ, അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ അവന് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്നാണ്. അപ്പൊ രോഗം കൂടുതൽ വരാൻ സാധ്യതയാണ് ശനിയാഴ്ച ദിവസം വസ്ത്രം വാങ്ങുന്നതും പുതിയതുടുക്കുന്നതും. അപ്പൊ എന്ത് ചെയ്യണം? ശനിയാഴ്ച അല്ലാത്ത ഒരു ദിവസം വസ്ത്രം വാങ്ങുക, പിന്നെ ശനിയാഴ്ച അല്ലാത്ത ഒരു ദിവസം വസ്ത്രം ആദ്യമായി ഉടുക്കുക. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ആദ്യമായി ഉടുക്കുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. അതുപോലെ ആദ്യമായി വാങ്ങുന്നതും ദിവസങ്ങളൊന്നും മാറ്റി പിടിക്കണം. അപ്പൊ ശനി നന്നല്ല. ഇത് കേട്ടോ സഹോദരങ്ങളെ,
ഇതൊക്കെ സമസ്തയുടെ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിലൂടെ പഠിപ്പിക്കുന്ന, അവരുടെ പ്രസംഗങ്ങളിലൂടെ പഠിപ്പിക്കുന്ന പിഴച്ച വിശ്വാസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സമസ്തയുടെ പണ്ഡിതന്മാർ മുഫ്തി താജുൽ ഉലമ ഖുദ്വത്തുൽ മുഹഖിഖീൻ എന്ന ഉയർന്ന പദവി നൽകി ആദരിക്കുന്ന ഷേഖുന എന്ന സ്ഥാനപ്പേര് കൊണ്ട് അലങ്കരിച്ച കെ സദഖത്തുള്ള മൗലവിയുടെ സമ്പൂർണ്ണ ഫത്താവ സമാഹാരം, ഈ ഗ്രന്ഥത്തിൻ്റെ 311, 312, 13 പേജുകളിലായിട്ട് നഹസിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ പറയുകയാണ്, കൊല്ലത്തിൽ 12 ദിവസം നിങ്ങൾ സൂക്ഷിക്കുക, അവ മാനം നശിപ്പിക്കുകയും സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഞങ്ങൾ ചോദിച്ചു, നബിയെ അവ ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹറം 12, സഫർ 10, റബീഉൽ അവൽ 4, റബീഉൽ ആഖിർ 18, ജുമാഉൽ ഊല 18, ജുമാഉൽ ആഖിറ 12, റജബ് 12, ഷഅബാൻ 16, റമദാൻ 14, ശവ്വാൽ 2, ദുൽഖഅദ് 18, ദുൽഹിജ്ജ 8 ഇവയാണ് എന്നിങ്ങനെ ഒരു ഹദീസ് ഇമാം ദമീരി ഹയാത്തുൽ ഹയവാനിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. എല്ലാ മാസത്തിലും അവസാനത്തെ ബുധൻ നിത്യ നഹ്സാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തുർമുദി റിവായത്ത് ചെയ്തതായി ജാമിഉ സഗീറിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ശനിയാഴ്ച വഞ്ചനയുടെ ദിനമാണ്. ഞായറാഴ്ച കെട്ടിട നിർമ്മാണത്തിൻ്റെയും മരം നട്ടുപിടിപ്പിക്കുന്നതിൻ്റെയും ദിനമാണ്. തിങ്കളാഴ്ച യാത്രയുടെയും ജീവിതമാർഗം ആരായുന്നതിൻ്റെയും ദിനമാണ്. ചൊവ്വാഴ്ച സംഘർഷത്തിൻ്റെ ദിനമാണ്. ബുധനാഴ്ച കൊള്ളക്കൊടുക്കലുകൾക്ക് പറ്റാത്ത ദിനമാണ്. വ്യാഴാഴ്ച ആവശ്യം നേടിയെടുക്കുവാനും ഭരണാധികാരികളെ സമീപിക്കുവാനുമുള്ള ദിനമാണ്. വെള്ളിയാഴ്ച പെണ്ണന്വേഷണത്തിൻ്റെയും വിവാഹത്തിൻ്റെയും ദിനമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ യഅല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും മറ്റു ചിലർ അബൂ സഈദി റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇഖ്ലീൽ ദിവസങ്ങളിൽ ചിലത് നഹസും ബർക്കത്തില്ലാത്തത് മറ്റു ചിലത് നഹസല്ലാത്തതുമാണെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമായല്ലോ എന്നാണ്. സഹോദരങ്ങളെ, ഇത് സമസ്തയുടെ പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ പല രൂപത്തിലും മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലേക്ക് അന്ധവിശ്വാസങ്ങൾ കടത്തിക്കൂട്ടാൻ, ഇസ്ലാമിലില്ലാത്ത അധ്യാപനങ്ങൾ പ്രചരിപ്പിക്കാൻ തിടുക്കം കൂട്ടുന്ന ഒരു വിഭാഗമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എത്രയോ പണ്ഡിതന്മാർ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട രൂപത്തിലുള്ള ഹദീസുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം അതെല്ലാം ദുർബലമായതോ അതല്ലെങ്കിൽ മൗലൂആയതോ അഥവാ കെട്ടിച്ചമച്ച വ്യാജനിർമ്മിതികളായ ഹദീസുകളാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. എപ്പോഴും ബിദ്അത്തിൻ്റേതായിട്ടുള്ള ആളുകൾ അവർ എന്നും അവരുടെ ആശയം സ്ഥാപിക്കാൻ കൊണ്ടുവരിക വാറോലകളായിരിക്കും, അല്ലെങ്കിൽ വഈഫിൻ്റെ ഗണത്തിൽപ്പെട്ട മൗലൂഇൻ്റെ ഗണത്തിൽപ്പെട്ട ഹദീസുകളായിരിക്കും എന്നത് നമ്മൾ തിരിച്ചറിയണം. അതെല്ലാം ഇസ്ലാം ദീനിൻ്റെ അടിസ്ഥാനത്തെ തകർക്കാൻ കഴിയുന്ന ജൽപ്പനങ്ങളായിരിക്കും എന്നത് കൂടി നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, സമസ്ത പണ്ഡിതന്മാരുടെ അധ്യാപന പ്രകാരം മിനയിൽ ഹാജിമാർ സമ്മേളിക്കുന്ന ദുൽഹിജ്ജയിലെ 8-ാം തീയതി, അത് ദുൽഹിജ്ജ മാസത്തിൽ ഏറ്റവും വലിയ നെഹ്സായിക്കൊണ്ടാണ് ഇവർ പഠിപ്പിക്കുന്നത്. എല്ലാ മാസത്തിലെയും അവസാനത്തെ ബുധൻ നെഹ്സാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടത്രേ. അങ്ങനെ നെഹസുള്ള ദിവസങ്ങളിൽ കിണറിൻ്റെ പണിയോ വീടിൻ്റെ പണിയോ ഇതൊന്നും തുടങ്ങാൻ പാടില്ല എന്നാണ് മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നത്. അന്ന് വിവാഹം, പ്രധാനപ്പെട്ട യാത്രകൾ, അതുപോലെ തന്നെ ഇടപാടുകൾ ഇതൊന്നും നടത്തരുത് എന്നാണ് സമസ്തയുടെ മുസ്ലിയാക്കന്മാരുടെ വാദം. സഹോദരങ്ങളെ, ഇതൊക്കെ എവിടെ നിന്നാണ് ഇവർക്ക് ലഭിച്ചത്? എവിടെ നിന്നാണ് ഈ ഒരു വിശ്വാസം ഇവരിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? ശരിയായ രൂപത്തിൽ അതിനുള്ള ഉത്തരം മനസ്സിലാക്കാൻ ഷാഫി മദ്ഹബിലെ ആധികാരിക ശബ്ദമായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുള്ള ഈ നഹ്സിനെ കുറിച്ച് പറയുന്നത് നമ്മളൊന്ന് വായിക്കണം. ഫതാവ അൽ ഹദീസിയ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ 23-ാമത്തെ പേജിൽ നമുക്ക് കാണാം, ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുള്ള പറയുകയാണ്, മൻ യസ്അൽ അനിൻ നഹ്സി വമാ ബഅദഹു ലാ യുജാബു ഇല്ലാ ബിൽ ഇറാലി അൻഹു വതസ്ഫീഹി മാ ഫഅലഹു വയുബയ്യിനു ലഹു കുബ്ഹുഹു. ആരെങ്കിലും നഹ്സിനെ പറ്റിയോ അതുപോലെ ഉള്ളതിനെ പറ്റിയോ ചോദിച്ചാൽ അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ടല്ലാതെ, അവൻ്റെ പ്രവൃത്തിയെ അവിവേകമായി കണ്ടുകൊണ്ടല്ലാതെ, അത്തരം വിശ്വാസത്തിൻ്റെ മ്ലാച്ഛത വ്യക്തമാക്കിക്കൊണ്ടല്ലാതെ ഉത്തരം പറയാനാകില്ല. എന്നിട്ട് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുള്ള പറയാണ്, വ അന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്
തീർച്ചയായിട്ടും നഹസ് നോക്കൽ ജൂതന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. ലാമിൻ ഹദിയിൽ മുസ്ലിമീന അൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഹിം, സ്രഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന മുസ്ലിങ്ങളുടെ മാർഗത്തിൽ പെട്ടതല്ല അത് എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ദിവസം നഹസാണ്, ശുഭകരമായ ദിവസമല്ല എന്നൊക്കെ പറയുന്നത് അത് ജൂതന്മാരുടെ ചര്യയാണ് എന്നാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജൂതന്മാരുടെ ഈ ചര്യ നമുക്ക് വേണോ സഹോദരങ്ങളെ? ഒരു ദിവസം നഹസാണ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ കാലത്തെ ആക്ഷേപിക്കലാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തസുബ്ബു ദഹ്റ ഫഇന്നല്ലാഹ ഹുവ ദഹ്ർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്, തീർച്ചയായിട്ടും അള്ളാഹുവാണ് കാലം. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിൻ്റെ താല്പര്യം എന്താണ് എന്ന് രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ ഇമാം നവവി റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് ശർഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ തസുബ്ബു ദഹ്റ ഫഇന്നല്ലാഹ ഹുവ ദഹ്ർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്, തീർച്ചയായിട്ടും അള്ളാഹു അവനാണ് കാലം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ലാ തസുബ്ബു ഫാഇലൻ നവാസിലി ഫഇന്നകും ഇദാ സബബ്തും ഫാഇലഹാ വഖസബ്ബു അലല്ലാഹി തആല ലിഅന്നഹു ഹുവ ഫാഇലുഹാ വമുൻസിലുഹാ. ആ ദുരന്തങ്ങൾ വരുത്തുന്നവന് എതിരെ ആക്ഷേപ സംസാരം നടത്തരുത്, കാരണം അത് അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്നതാണ്, അവ സംഭവിക്കാൻ ഇടയാക്കുന്നത് അള്ളാഹുവാണ് എന്ന്. എന്നിട്ട് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയാണ്, വഅമ്മ ദഹ്റുല്ലദീ ഹുവ الزمان فلا فاعل له بل هو مخلوق من جملة خلق الله تعالى. الدهر അഥവാ കാലമെന്നാൽ സ്വയം ഒന്നും ചെയ്യാൻ കഴിയാത്ത സമാൻ അഥവാ സമയം മാത്രമാണ് എന്നതാണ് അത് അർത്ഥമാക്കുന്നത്. കാരണം ഇത് അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങളിൽ ഒന്നു മാത്രമാണ്. വമഅന ഫഇന്നല്ലാഹ ഹുവ ദഹർ, തീർച്ചയായും അള്ളാഹു അവനാണ് കാലമെന്നതിൻ്റെ അർത്ഥം അതായത് ഫാഇലുൻ നവാസിലി വൽ ഹവാദിസി വഖാലിഖുൽ കായിനാത്ത് വല്ലാഹു അലം. സംഭവങ്ങളും ദുരന്തങ്ങളും സംഭവിപ്പിക്കുന്നവൻ അവനാണ്, അഥവാ സംഭവിക്കുന്ന എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവ് അവനാണ്, അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് നമുക്കതിനെ വിശദീകരിച്ചു തരിക സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഇന്ന ദിവസം നെഹസാണ്, ഇന്ന ദിവസം ചീത്തയാണ്, ഇങ്ങനെയുള്ള സംസാരമൊന്നും നമ്മൾ നടത്താൻ പാടില്ല, അത് കാലത്തെ ആക്ഷേപിച്ചു കൊണ്ടുള്ള സംസാരമാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ദുരന്തങ്ങളും അത് സംഭവിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്, അതല്ലാതെ കാലമല്ല. അതുകൊണ്ട് തന്നെ ആ കാലത്തെ മോശമായി സംസാരിക്കാൻ പാടില്ല എന്നാണ് സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ അധ്യാപനം. ഹക്കായി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനും ബാത്തിലായ കാര്യങ്ങൾ ബാത്തിലാണ് എന്ന് തന്നെ മനസ്സിലാക്കി അതിനെ പാടെ നിരാകരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.